ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം. എന്നും നമ്മൾ ഒരേപോലെയുള്ള കേക്കുകളെല്ലാം ഉണ്ടാക്കി കഴിക്കുക. ചോക്ലേറ്റ് കേക്ക്, വാനില കേക്ക് അങ്ങനെ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കിപ്പോൾ ഓറഞ്ചിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഓറഞ്ച് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കാം. വെറും 30 മിനിറ്റ് മതി. ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലാണ് ഉണ്ടാവേണ്ടത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത്. തണുപ്പ് പോയതിന് ശേഷം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഈ മിക്സീൻ്റെ ജാർ നല്ല ക്ലീൻ ആയിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാവരുത്. പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര, ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് മാത്രം വരിക കേട്ടോ, ഒരുപാടിട്ട് അരയ്ക്കരുത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ ആണെങ്കിൽ 100 ഗ്രാം ബട്ടറാണ് എടുക്കേണ്ടത്. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഒരു ഓറഞ്ച് എടുക്കുക. അതിൻ്റെ തൊലി ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഓറഞ്ചിൻ്റെ തൊലി മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പീൽ ചെയ്ത് വെച്ച ആ ഓറഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ നീര് ഇതിലേക്ക് ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഓറഞ്ചിൻ്റെ നീരാണ് ചേർത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ വലിയ ഓറഞ്ചാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ നീര് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കിടേണ്ടത് ഒരു 1/4 കപ്പ് മൈദയാണ് കേട്ടോ. 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും. അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക, കപ്പ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എടുക്കാം. അപ്പോൾ 1 ഗ്ലാസും ഒരു 1/4 ഗ്ലാസും അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത്രയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്. പതുക്കെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കൊണ്ട് നടുക്ക് കൂടെ കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് ഓറഞ്ച് ഇതുപോലെ നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യുക കേട്ടോ. നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാത്രത്തിൽ കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോന്ന് ഇതിനടിയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഓറഞ്ചിൻ്റെ മുകളിലും കൂടെ കുറച്ചും കൂടി ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മിക്സൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. പിന്നെ ഒരു പാത്രം ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നേരിട്ട് വെക്കരുത്. അതിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മൾ ഈ കേക്ക് ടിന്നിന് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒരു 30 മിനിറ്റ്, എനിക്ക് കറക്റ്റ് 30 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കത്തി വെച്ച് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് തണുത്തതിന് ശേഷം മാത്രം അടർത്തി എടുത്താൽ മതി. അപ്പോൾ തണുത്ത് വരുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ച് കൊടുക്കുക. ഇത് കണ്ടോ, അടിപൊളിയല്ലേ? കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ബട്ടർ പേപ്പർ പതുക്കെ ഇളക്കിയെടുക്കണം. ഈ പഞ്ചസാരൻ്റെ ഒരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓറഞ്ച് വെച്ചെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. സോഫ്റ്റ് കേക്കാണ്. പിന്നെ ഒരു പീസ് ഇതുപോലെ ഓറഞ്ച് കൊടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ആ ഓറഞ്ച് കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്